സമസ്തയിൽ തുറന്ന പോര്. തർക്കം പരിഹരിക്കാൻ ചേർന്ന മുശാവറ യോഗത്തിലെ പൊട്ടിത്തെറിക്ക് പിന്നാലെ സമസ്തയിൽ കലഹം അതിരൂക്ഷം. ഉമർ ഫൈസി മുക്കം നടത്തിയ കള്ളൻ പരാമർശത്തിൽ പ്രതിഷേധിച്ച് മുശാവറ യോഗത്തിൽ നിന്ന് അധ്യക്ഷൻ മുഹമ്മദ് ജിഫ്രി കോയ തങ്ങൾ ഇറങ്ങിപ്പോയെന്ന് നേതാക്കൾ സ്ഥിരീകരിച്ചു. ഉമർ ഫൈസി മുക്കത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യം സമസ്തയിലെ മുസ്ലിം ലീഗ് അനുകൂലികൾ കൂടുതൽ ശക്തമാക്കുകയാണ്. ഇന്നലെ ചേർന്ന മുശാവറ യോഗത്തിൽ വിവാദ വിഷയങ്ങളിൽ നടപടി ഉണ്ടാകുമെന്ന ലീഗ് അനുകൂല വിഭാഗം കണക്ക് കൂട്ടിയെങ്കിലും അതുണ്ടാവാതെ വന്നതോടെയാണ് നിലപാട് കടുപ്പിക്കുന്നത്. ഉമർ ഫൈസി അടക്കമുള്ളവർക്കെതിരെ നടപടിയെടുക്കാൻ നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കാനാണ് ശ്രമം. യോഗത്തിൽ മുശാവറ അംഗങ്ങൾക്ക് നേരെ ഉമർ ഫൈസി കള്ളൻ പരാമർശം നടത്തിയെന്നും പിന്നാലെ ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയെന്നും ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ഈ മുശാവറയിലുള്ള എല്ലാ മെമ്പർമാരെയും കള്ളന്മാർ എന്ന പദത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ച് പറഞ്ഞു. അപ്പോൾ തങ്ങൾ എണീറ്റിട്ട് ഈ കള്ളന്മാരെ ഞാനും പെടുമല്ലോ, ഇനി ഞാൻ ഇവിടെ ഇരിക്കണത് ശരിയല്ല എന്നുകൊണ്ട് തങ്ങൾ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തു. നിങ്ങൾ യോഗം നടത്തിക്കോളി എന്നും പറഞ്ഞുകൊണ്ട് തങ്ങൾ പുറത്തേക്ക് പോയി. ഉമർ ഫൈസി നേരത്തെ നടത്തിയ വിമർശനം സാദിഖലി തങ്ങൾക്ക് നേരെയാണെന്ന് വ്യക്തമാണ്. ആരെയും ഉദ്ദേശിക്കാതെ പറയാൻ അദ്ദേഹത്തിന് മാനസിക വിഭ്രാന്തി, സമനില തെറ്റിയ അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എല്ലാവരും മനസ്സിലാക്കണം. അങ്ങനത്തെ ആൾക്കാർ പറയുമ്പോൾ തലയും വാലൊന്നും ഉണ്ടാവില്ല, ഉള്ളതും ഇല്ലാത്തതൊക്കെ പറയും. മുശാവറ യോഗത്തിൽ വാഗ്വാദങ്ങൾ ഉണ്ടായില്ലെന്ന ഉമർ ഫൈസി മുക്കം. പള്ളി ചെന്ന് നോക്കുമ്പോൾ കുട്ടികൾ കാണിച്ചിരുന്ന ഇതാണ് ഏത് അവിടെ കശപിച്ചുണ്ടാകും. എന്താ പൊട്ടി എന്താ പറഞ്ഞാല് പൊട്ടിത്തെറി എന്ന് പറഞ്ഞു. പൊട്ടിത്തെറിഞ്ഞ അവിടെ പടക്കം കൊണ്ടുവന്ന് പൊട്ടിച്ച മാതിരി ഉണ്ട് പറഞ്ഞിട്ടാല്. എന്താ ഒന്നും ഉണ്ടായില്ല. അത് പറയേണ്ട ആളത് പറഞ്ഞല്ലോ. പുതിയ സംഭവവികാസങ്ങളോടെ ഉമർ ഫൈസി മുക്കത്തിനെതിരെയുള്ള നീക്കങ്ങൾ കടുപ്പിക്കുകയാണ് സമസ്തയിലെ മുസ്ലിം ലീഗ് അനുകൂലികൾ. ഉമർ ഫൈസിയെ പോലെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ അങ്ങനെ ചോദിക്കണമെങ്കിൽ ആ ചോദ്യത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അപക്വമായ ചില പെരുമാറ്റങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവിടെ അങ്ങനെ ഒരു വ്യംഗ്യമായെങ്കിലും അല്ലെങ്കിൽ ഇനി എങ്ങനെയാണെങ്കിലും അദ്ദേഹം അങ്ങനെ പ്രയോഗം നടത്തിയത് ഖേദകരമായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അത് സമസ്തയുടെ ക്രെഡിറ്റിനെ ബാധിക്കും. ഇക്കാലം അത്രയും സമസ്ത പുലർത്തിപ്പോന്ന അന്തസ്സിനെ ബാധിക്കും. മുസ്ലിം ലീഗ് സമസ്ത സമവായ ചർച്ചയ്ക്ക് പിന്നാലെ സമസ്ത യോഗവും വാഗ്വാദത്തിൽ കലാശിച്ചത് സമസ്ത നേതൃത്വത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. 24 തിരൂർ.